കുറച്ച് മുന്നേ ഒരു പേഷ്യൻ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഒരു ഡയബറ്റിക് പേഷ്യൻ്റാണ്. അപ്പോൾ കുറേ കാലമായിട്ട് ഡയബറ്റീസിന് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പേഷ്യൻ്റാണ്. ഫുഡ് കൺട്രോളൊക്കെ ചെയ്യുന്ന സമയത്ത് ഷുഗർ നോക്കുകയാണെങ്കിൽ വലിയ കുഴപ്പമില്ല. എന്നാൽ എന്തെങ്കിലും ഒരു സാധനം അറിയാതെ എടുത്ത് കഴിച്ചാൽ, അല്ലെങ്കിൽ ഒരു മധുരം ഒരിത്തിരി കഴിച്ചു, അല്ലെങ്കിൽ ചോറ് ഒരിത്തിരി അധികം കഴിച്ചു വെച്ചാൽ ഒരു ഈ ഷുഗർ കൂടുന്ന ഒരവസ്ഥയായിരുന്നു. അപ്പോൾ ആ പേഷ്യൻറ്റിനോട് നമ്മൾ പറഞ്ഞു ഇന്ന കാര്യങ്ങളൊക്കെ ഒഴിവാക്കാം, ഇന്ന കാര്യങ്ങൾ ഒഴിവാക്കരുത് എന്നൊക്കെ. അത് അവർക്ക് ഓൾറെഡി അറിയുന്ന കാര്യങ്ങളായിരുന്നു. നിങ്ങൾ ഇതൊക്കെ കഴിക്കണം, ഇതൊക്കെ കഴിക്കരുത് എന്നുള്ളത്. പക്ഷെ എത്രത്തോളം കഴിക്കണം, എങ്ങനെ കഴിക്കണം എന്നുള്ളതിൽ വലിയ ഐഡിയ അവർക്ക് ഉണ്ടായിരുന്നില്ല. നമ്മൾ അവർക്ക് വേണ്ടി സജസ്റ്റ് ചെയ്ത കുറച്ച് കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോ ഉപകാരപ്രദമായെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഞാൻ ഡോക്ടർ അനഘ സുരേന്ദ്രൻ, ഡോക്ടർ ഹിബ സരോവിയ ഹോമിയോപ്പതി ക്ലിനിക്, പെരിന്തൽമണ്ണ. ഡയബറ്റീസ് അല്ലെങ്കിൽ ഈ ഷുഗർ എന്ന് നമ്മൾ കോമൺ ആയിട്ട് വിളിക്കുന്ന ഈ ഒരു അസുഖം എന്ന് പറയുന്നത് ഇപ്പോൾ വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു അസുഖമാണ്. എന്ന് വെച്ചാൽ ചെറിയ പ്രായമുള്ള ആൾക്കാരിൽ പോലും ഈ ഒരു പ്രശ്നം ഇപ്പോൾ കണ്ടുവരുന്നുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു വസ്തുത എന്ന് പറയുന്നത്. ഫസ്റ്റ് നമുക്ക് ഷുഗർ വരാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഈ ഡയബറ്റീസ് എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് ഇതൊരു ഫാമിലി ഹിസ്റ്ററി ബേസ്ഡ് ആയിട്ട് വരുന്ന ഒരു അസുഖം തന്നെ, ഒരു ഹെറിഡിറ്ററി എന്ന് നമുക്ക് പറയാം. പാരൻസിന് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ മക്കൾക്ക് അത് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇനി വേറെയുള്ള കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ വേറെ എന്തെങ്കിലും അണ്ടർലൈയിങ് കണ്ടീഷൻസ് എന്ന് വെച്ചാൽ ഇതുപോലെ ഫാറ്റി ലിവർ, അല്ലെങ്കിൽ ഈ കൊളസ്ട്രോൾ, അല്ലെങ്കിൽ പൊണ്ണത്തടി, അങ്ങനത്തെ പ്രശ്നങ്ങളുള്ള ആൾക്കാർക്ക് ഈ ഡയബറ്റീസ് വരാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഡയബറ്റീസ് ഉണ്ടാകുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് ഇത് തിരിച്ചറിയാറില്ല. ഇത് ഈ പറഞ്ഞ പോലെ തന്നെ ലക്ഷണങ്ങളൊക്കെ പൊതുവേ കുറവായിരിക്കും. എങ്കിലും നമ്മൾ ലക്ഷണങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഡയബറ്റീസ് കുറച്ച് ഒരു ഷുഗർ ലെവൽ അധികമാകുന്ന സമയത്താണ് ഈ ലക്ഷണങ്ങളൊക്കെ കാണിക്കുക. അതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ യൂറിൻ അടിക്കടി ഇങ്ങനെ പോകുന്ന ഒരവസ്ഥ, അതും പ്രത്യേകിച്ച് രാത്രിയിൽ. അതായത് എപ്പോഴും യൂറിൻ പോയിക്കൊണ്ടേയിരിക്കണം, പോയി വന്നാൽ പിന്നെയും പോകണം, അങ്ങനത്തെ ഒരു തോന്നൽ. ചില ആൾക്കാർക്ക് കുറച്ചും കൂടെ അധികമായിട്ട് ഷുഗർ ഉണ്ടെന്നുണ്ടെങ്കിൽ യൂറിൻ പോകുമ്പോൾ എരിച്ചിലുണ്ടാവാറുണ്ട്. ഇനി അടുത്ത നോക്കുകയാണെങ്കിൽ വിശപ്പ് കൂടുതലായിട്ടുള്ള ഒരവസ്ഥ, എത്ര ഭക്ഷണം കഴിച്ചാലും കുറച്ചും കൂടെ കഴിക്കണം എന്നുള്ളൊരു തോന്നൽ. അതേപോലെ വേറൊരു സിംറ്റം നോക്കുകയാണെങ്കിൽ ദാഹം കൂടുതലായിട്ടുള്ള ഒരവസ്ഥ. ഈ നമ്മളതിനെ പോളിഫാഗിയ, ഡിപ്സിയ എന്നൊക്കെ പറയും. ഇതൊക്കെ മെഡിക്കൽ ടേംസ് ആണ്. അപ്പോൾ ഈ ഒരു 3 അവസ്ഥകളാണ് കോമൺ, നമ്മൾ ക്ലാസിക്കൽ ട്രയാഡ് ഓഫ് ഡയബറ്റീസ് എന്നൊക്കെ പറയാൻ പറ്റുന്ന 3 എണ്ണം. ഇനി ഈ ഡയബറ്റീസ് കോംപ്ലിക്കേഷൻ ആയി കഴിഞ്ഞാൽ, കുറേ കാലമായിട്ട് മരുന്ന് കഴിക്കുന്നുണ്ട്, അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യാത്ത കുറേ ആൾക്കാരുണ്ട്, മരുന്ന് കഴിക്കാത്ത കുറേ ആൾക്കാരുണ്ട്, അത് വേറെ കാര്യം. അങ്ങനെയുള്ള ആൾക്കാർക്ക് വരാൻ പോകുന്ന പ്രശ്നങ്ങൾ നോക്കുകയാണെങ്കിൽ സ്കിൻ ഇഷ്യൂസ് ഉണ്ടാവും, സ്കിൻ അലർജീസ് പോലത്തെ, സ്കിൻ ഡ്രൈനെസ് പോലത്തെ കാര്യങ്ങൾ ഉണ്ടാവും. അതുകൊണ്ട് മേ ബി എന്തെങ്കിലും എക്സിമ പോലുള്ള, അതായത് സ്കിന്ന് ചൊറിച്ചിലുണ്ടാവുക, അങ്ങനത്തെ പ്രശ്നങ്ങൾ ചിലപ്പോൾ ഉണ്ടാവാം. അതേപോലെ ഈ എപ്പോഴും ഷുഗർ പോകുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ UTI പോലുള്ള പ്രശ്നങ്ങൾ, യൂറിൻ പോകുമ്പോൾ എരിച്ചിലോ അല്ലെങ്കിൽ കുറച്ച് ഇൻഫെക്ഷൻസ് വരാനുള്ള സാധ്യതകൾ ഉണ്ട്. ഇനി വേറൊരു ഇത് നോക്കുകയാണെങ്കിൽ, കോമൺ കോംപ്ലിക്കേഷൻസ് നോക്കുകയാണെങ്കിൽ ഡയബറ്റിക് നെഫ്രോപ്പതി എന്ന് പറഞ്ഞാൽ കിഡ്നീനെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. ഇനി വേറൊന്ന് നോക്കുകയാണെങ്കിൽ ഡയബറ്റിക് ന്യൂറോപ്പതി എന്ന് പറയും. ഇത് നമ്മുടെ നെർവസ് സിസ്റ്റത്തിനെ ബാധിക്കുന്ന ഒരു അസുഖമാണ്. എന്ന് വെച്ചാൽ നമ്മുടെ നാഡികളെയൊക്കെ ബാധിക്കുന്ന ഒരു അസുഖമാണ്. ഇങ്ങനെ ഉണ്ടാകുന്ന ആൾക്കാർക്ക് കൈകാല് മരവിപ്പ്, അല്ലെങ്കിൽ തരിപ്പ്, പ്രത്യേകിച്ച് കാലിൻ്റെ അടിയിലൊക്കെ ഒരു എരിച്ചിൽ പോലെ ഉണ്ടാവും. അങ്ങനത്തെ ചില സിംറ്റംസ് ഒക്കെ കാണുമ്പോഴാണ് ആൾക്കാർ ഇത് ഷുഗർ ആണോ എന്ന് വിചാരിച്ച് ടെസ്റ്റ് ചെയ്യാറുള്ളത്. ഇനി ഡയബറ്റിക് റെറ്റിനോപ്പതി നോക്കുകയാണെങ്കിൽ കണ്ണിനെ ബാധിക്കുന്ന ഒരിതാണ്, കണ്ണ് മങ്ങലുണ്ടാവുക, അങ്ങനത്തെ പ്രശ്നങ്ങളാണ്. ഇനി ഇപ്പം ഞാൻ പറഞ്ഞതിൽ ഡയബറ്റിക് ന്യൂറോപ്പതി എന്ന് പറഞ്ഞാൽ ഈ മരവിപ്പ്, തരിപ്പ് അങ്ങനത്തെ ഒക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇത് വൈറ്റമിൻ B12 കുറവുണ്ട് എന്നുണ്ടെങ്കിലും ഇതേ പ്രശ്നം കാണാറുണ്ട്. അപ്പോൾ ഇവർക്ക് ഈ ന്യൂറോപ്പതി ഒക്കെ ആയിട്ട് മാറിപ്പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് വൈറ്റമിൻ B12 കൂടെ ചെക്ക് ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ്. പിന്നെ നിങ്ങൾ ഫാമിലി ഹിസ്റ്ററിയിൽ ആർക്കെങ്കിലും ഷുഗറിൻ്റെ പ്രശ്നം ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു 40 വയസ്സ്, ഇപ്പോൾ ഒക്കെ 35 വയസ്സ് നമുക്ക് റെക്കമെൻഡ് ചെയ്യാം. അതിന് ശേഷം ഒരു 6 months കൂടുമ്പോഴെങ്കിലും ബ്ലഡ് ടെസ്റ്റ് എടുത്ത് നോക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം പൊതുവേ നമുക്കിത് ആദ്യമേ കണ്ടുപിടിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് ഈസി ആയിട്ട് ഇതിനെ മാനേജ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഇനി ഡയബറ്റീസ് പറയുകയാണെങ്കിൽ ടൈപ്പ് 1, ടൈപ്പ് 2 ഉണ്ട്. അതിൽ ടൈപ്പ് 2 ആണ് മോസ്റ്റ് കോമൺ ആയിട്ടുള്ളത്. ഈ ഇൻസുലിൻ്റെ കറക്റ്റായിട്ടുള്ള പ്രവർത്തനം ഇല്ലാത്തത് കൊണ്ട് വരുന്ന ഷുഗർ കൺട്രോളിങ് ഇല്ലാത്തതിനെയാണ് നമ്മൾ ഡയബറ്റീസ് ടൈപ്പ് 2 എന്ന് പറയുന്നത്. അതാണ് മോസ്റ്റ് കോമൺ. കുറച്ചും കൂടെ ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരിൽ കാണുന്നത് ഈ ഒരു
പ്രശ്നമാണ്. ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് ഒഴിവാക്കേണ്ടത് നോക്കുകയാണെങ്കിൽ നമ്മൾ എപ്പോഴും പറയുന്ന പോലെ വൈറ്റ് ഷുഗർ ഏറ്റവും ബാഡായിട്ടുള്ള ഒരു ഫുഡാണ്. അതേപോലെ കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുമ്പോൾ ചോറ്, പക്ഷെ നമുക്ക് ചോറ് മുഴുവനായിട്ടും ഒഴിവാക്കാൻ കഴിയില്ല. അതിന് പകരമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ചോറിൻ്റെ അളവ് കുറച്ച് കൊണ്ടുവരാം. ഇനി ഗോതമ്പ് എടുത്ത് നോക്കുകയാണെങ്കിലും അതേപോലെ തന്നെയാണ്, അതും കാർബോഹൈഡ്രേറ്റ് തന്നെയാണ്. ചോറിൻ്റെ അത്രത്തോളം ഗ്ലൂക്കോസ് എഫക്റ്റ് ഇല്ല എന്നുണ്ടെങ്കിലും ഇതൊക്കെ ഒരു കൺട്രോൾഡ് ആയിട്ടുള്ള ഒരു ഇതിൽ കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ ഫാസ്റ്റ് ഫുഡുകൾ, അതേപോലെ പാക്കറ്റിൽ അടച്ചിട്ടുള്ള ഭക്ഷണങ്ങൾ, ബേക്കറി പലഹാരങ്ങൾ, അതേപോലെ ഇപ്പോൾ നമ്മൾ പഞ്ചസാര മാത്രം ഒഴിവാക്കിയാൽ പോരാ, ശർക്കര ഒഴിവാക്കണം, പിന്നെ കൽക്കണ്ടം ഒഴിവാക്കണം. അങ്ങനത്തെ എന്ത് മധുരമുള്ള പദാർത്ഥങ്ങളാണെന്നുണ്ടെങ്കിലും ഒഴിവാക്കുന്നതാണ് ഏറ്റവും കൂടുതൽ നല്ലത്. അല്ലെങ്കിൽ അത് ചെറിയ രീതിയിൽ ഉപയോഗിച്ചാൽ പോലും പെട്ടെന്നൊരു ഷുഗർ സ്പൈക്ക് ഉണ്ടാവാനായിട്ട് ഒരു കാരണമാവും. ഇനി പഴങ്ങളിൽ കുറച്ച് പഴങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറയാറുണ്ട്. അതിൽ നമ്മൾ പറയുന്നത് നല്ല മധുരമുള്ള പഴങ്ങളാണ്. ഇനി എന്തൊക്കെ ഭക്ഷണങ്ങൾ നിങ്ങൾക്ക് കഴിക്കാമെന്ന് നോക്കുകയാണെങ്കിൽ ബാക്കി ഇപ്പം ഞാൻ പറഞ്ഞിട്ട് ഇല്ലാത്ത എല്ലാ ഫ്രൂട്ട്സും നിങ്ങൾക്ക് കഴിക്കാമെന്ന് വെച്ചാൽ, നമ്മൾ ഫ്രൂട്ട്സ് ശരിക്കും പറഞ്ഞാൽ ഡയബറ്റീസിനെ കൺട്രോൾ ചെയ്യുന്ന ചില ഫ്രൂട്ട്സുകളുണ്ട്. അതിൽ നോക്കുകയാണെങ്കിൽ ഞാവൽപ്പഴം നമുക്ക് ശരിക്കും ഷുഗറിനെ കുറയ്ക്കുന്ന ഒരു പഴമാണ്. ഇത് കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഇനി സിട്രസ് ഫ്രൂട്ട്സ്, കാരണം സിട്രസ് ഫ്രൂട്ട്സിലൊക്കെ ഉള്ളത് പറഞ്ഞാൽ അതിൽ പുളിപ്പാണ് കൂടുതൽ, മധുരം കുറവാണ്, നാരുകളാണ് കൂടുതലായിട്ടുള്ളത്, അതേപോലെ വൈറ്റമിൻ സി ആണ് കൂടുതലായിട്ടുള്ളത്. അപ്പോൾ അത്രത്തോളം എഫക്റ്റ്, ഗ്ലൂക്കോസിൻ്റെ അത്രത്തോളം എഫക്റ്റ് സിട്രസ് ഫ്രൂട്ട്സ് ഉണ്ടാക്കുന്നില്ല. അതേപോലെ തന്നെയാണ് കിവി എന്ന് പറയുന്ന ഫ്രൂട്ട് ഉണ്ട്, അതിൽ വൈറ്റമിൻ ഇയും വൈറ്റമിൻ സിയും ഒക്കെയാണ് കൂടുതലായിട്ടുള്ളത്. അതൊക്കെ നമുക്ക് കഴിക്കാം. പിന്നെ ബെറി ഐറ്റംസ്, മൾബറി, സ്ട്രോബെറി, അങ്ങനത്തെ ബെറി ഐറ്റംസ് ഒക്കെ കഴിക്കാം, അതിലൊന്നും ഒരു പ്രശ്നവുമില്ല. അതേപോലെ ആപ്പിള്, പേരയ്ക്ക, അങ്ങനത്തെ നല്ല ഫൈബർ റിച്ച് ആയിട്ടുള്ള വല്ലാതെ പഴുക്കാത്ത പഴം, അതൊക്കെ നിങ്ങൾക്ക് കഴിക്കാം. അതിലൊക്കെ ഗ്ലൂക്കോസ് കണ്ടൻറ്റ് കമ്പാരിറ്റീവ്ലി വളരെ കുറവാണ്, എങ്കിലും ലിമിറ്റഡ് ആയിട്ട് കഴിക്കാനാണ് സജസ്റ്റ് ചെയ്യാറുള്ളത്. ഇനി എന്തൊക്കെ കഴിക്കാം നോക്കുന്നതിൽ നമ്മൾ പറഞ്ഞപ്പോൾ കാർബോഹൈഡ്രേറ്റ് അല്ലെങ്കിൽ ചോറ് ഇപ്പോൾ ഒരു പ്ലേറ്റ് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു 1/4 ഭാഗം മാത്രമേ ചോറ് ഉണ്ടാവാൻ പാടുള്ളൂ. ബാക്കി ഭാഗത്തൊക്കെ നമ്മൾ ഫില്ല് ചെയ്യേണ്ടത് പ്രോട്ടീന്, ഫൈബർ കൊണ്ടാണ്. അപ്പോൾ ഒരു സാലഡ്, എന്തെങ്കിലും ഒരു പച്ചക്കറികൾ വേവിച്ചിട്ടുള്ള, ഇപ്പോൾ പച്ചക്കറികളിൽ നിന്ന് ഞാൻ പറയാൻ വിട്ടുപോയൊരു കാര്യം എന്ന് പറയുന്നത് കിഴങ്ങുകളാണ്. നമ്മുടെ മണ്ണിനടിയിൽ വളരുന്ന കിഴങ്ങുകൾ, അതിൽ ഈ ഉരുളക്കിഴങ്ങായിക്കോട്ടെ, മധുരക്കിഴങ്ങായിക്കോട്ടെ, അതിലൊക്കെ കൂടുതൽ ഈ പറഞ്ഞ പോലെ ഷുഗർ കണ്ടൻറ്റ് ഉണ്ട്. ഷുഗർ കണ്ടൻറ്റ് ഉണ്ടാകുമ്പോൾ അതും നമുക്ക് ഒഴിവാക്കേണ്ട കാര്യങ്ങളാണ്. ഇനി എന്തൊക്കെ കഴിക്കാം പ്രോട്ടീൻ ഐറ്റംസ് ആയിട്ടുള്ള, മുളപ്പിച്ച പയർ, കടല, പരിപ്പ്, അങ്ങനത്തെ എല്ലാ ഫുഡും, മീറ്റ് എല്ലാം നമുക്ക് കൂടുതലായിട്ട് കഴിക്കാം. എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഈ 1/4 ഭാഗം ചോറിൻ്റെ കൂടെ തന്നെ ഒരു 1/4 ഭാഗം നമ്മൾ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള കാര്യങ്ങൾ കഴിക്കുക, ഒരു 1/4 ഭാഗം നമ്മൾ മുഴുവനായിട്ട് പച്ചക്കറികൾ, വേവിച്ചിട്ടുള്ള പച്ചക്കറി, ബ്രൊക്കോളി, വെള്ളരിക്ക, കക്കരിക്ക എന്ന് പറഞ്ഞിട്ടുള്ള നമ്മൾ സാലഡ് പോലെ കഴിക്കാം. അതേപോലെ ഒരു സൈഡ് നോക്കുകയാണെങ്കിൽ നമുക്ക് ചിക്കനോ മീനോ എന്താണ് മീറ്റുള്ളത് അത് നമുക്കൊരു സൈഡിൽ കഴിക്കാം. അത് വറുക്കാതെയും പൊരിക്കാതെയും നമുക്ക് കറിയായിട്ട് തന്നെ കഴിക്കാം. അപ്പോൾ ഇത് എടുക്കുന്ന അളവിലും വളരെയധികം ഒരു ഇതുണ്ട്. ഇനി ഓരോ നേരത്തും കഴിക്കുന്ന ഭക്ഷണം നോക്കുകയാണെന്നുണ്ടെങ്കിൽ രാവിലെ നമ്മൾ കോമൺ ആയിട്ട് കഴിക്കുന്നത് എന്താ, അരി ആഹാരങ്ങൾ തന്നെയാണ്. ദോശ, ഇഡ്ഡലി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തന്നെയാണ്. അതിലൊക്കെ ഈ പറഞ്ഞ പോലത്തെ ഗ്ലൂക്കോസ് കണ്ടൻറ്റ് ഉണ്ട്, പക്ഷെ അത് വല്ലാതെ എഫക്റ്റ് ചെയ്യുന്നില്ല. കാരണം നമ്മൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഫിസിക്കൽ ആക്ടിവിറ്റീസ് ചെയ്യുന്നത് കൊണ്ട് ഒരു അളവിന് ഓക്കെയാണ്. പക്ഷേ ഈ ഫുഡ് കഴിക്കേണ്ടതിനൊരു രീതിയുണ്ട്. ഇപ്പം നിങ്ങളൊരു 4 അല്ലെങ്കിൽ 3 ഇഡ്ഡലി കഴിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ രാവിലെ ഒരു 2 എണ്ണം കഴിക്കുക, പിന്നെ ഒരു 11 മണിയാകുമ്പോൾ ഒരു 2 എണ്ണം കൂടെ കഴിക്കുക. അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് ഗ്ലൂക്കോസ് കൂടാത്ത നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. അത് നമ്മളൊരു മീൽ പ്ലാനിങ് ആണത്. രാവിലെ കുറച്ച് കഴിക്കുക, അതിൻ്റെ ബാക്കി പകുതി ഒരു ഇടനേരത്ത് 11 മണിക്ക് കഴിക്കുക. പിന്നെ ഉച്ചയ്ക്ക് നമ്മൾ സാധാരണ കഴിക്കുന്ന എന്താണ് ഭക്ഷണം, അത് കൂടുതൽ പച്ചക്കറികളും കൂടുതൽ മീറ്റ്, പയറുവർഗ്ഗങ്ങൾ കൂട്ടി കഴിക്കുക. രാത്രിയിൽ പ്യുവർലി നമ്മൾ സോയാബീൻ അല്ലെങ്കിൽ പച്ചക്കറികൾ അല്ലെങ്കിൽ പയറുവർഗ്ഗങ്ങൾ മുളപ്പിച്ചത് അല്ലെങ്കിൽ വേവിച്ചിട്ടുള്ളതൊക്കെ ഒന്നിച്ച് മിക്സ് ചെയ്ത് വെറും പ്രോട്ടീൻസ് മാത്രം കഴിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. കാരണം രാവിലെ നമ്മൾ ഗ്ലൂക്കോസ് മുഴുവനായിട്ട് ശരീരത്തിന് ഉപയോഗിക്കുന്നു, രാത്രിയിൽ നമ്മളൊന്നും ഉപയോഗിക്കുന്നില്ല, ഗ്ലൂക്കോസ് ഉപയോഗിക്കുന്നേ ഇല്ല. അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് ഭയങ്കര സ്പൈക്കാണ് ഈ കാർബോഹൈഡ്രേറ്റ് അല്ലെങ്കിൽ ചപ്പാത്തി ആയിക്കോട്ടെ ചോറായിക്കോട്ടെ കഴിച്ചാലുണ്ടാവുക. അപ്പോൾ നമ്മൾ ഈ ഒരു പ്ലാനിങ് ഉണ്ടല്ലോ, 3 നേരത്തെ അല്ലെങ്കിൽ ഈ 3 നേരം തന്നെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് കഴിക്കുന്ന ഈ ഒരു
സംഭവം നിങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഒരു നല്ല രീതിയിലുള്ള മാറ്റം കാണാനായിട്ട് സാധിക്കും. ഇനി പ്രമേഹത്തെ നിയന്ത്രിക്കാൻ പറ്റുന്ന പച്ചക്കറികൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഫസ്റ്റ് ഇലക്കറികൾ നോക്കുകയാണെങ്കിൽ ഈ ചീരയും മുരിങ്ങയൊക്കെ എടുക്കുക. അതിൽ കൂടുതലായിട്ടും ഫൈബർ കണ്ടൻ്റ് ആണുള്ളത്. അപ്പോൾ ഈ ഡയബറ്റീസ് ഉള്ള ആൾക്കാർ ഷുഗർ കുറയ്ക്കുന്നതിനോട് കൂടെ തന്നെ ഫൈബർ കൂട്ടുകയും കൂടെ ചെയ്യണം. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്നതാണ് ഇലക്കറികൾ എന്ന് പറയുന്നത്. ചീര, മുരിങ്ങ പോലുള്ള ഇലക്കറികൾ. അതിലാവുമ്പോൾ മഗ്നീഷ്യത്തിൻ്റെ അളവ് നല്ലോണം കൂടുതലാണ്. ഈ മഗ്നീഷ്യം എന്ന് പറയുന്നത് ഈ ഇൻസുലിൻ ഹോർമോണിൻ്റെ പ്രവർത്തനത്തെ ഒന്നും കൂടെ കാര്യക്ഷമമാക്കുന്ന രീതിയിലുള്ള ഒരു സപ്ലിമെൻ്റാണ്. ഇനി രണ്ടാമത്തെ നമ്മൾ പച്ചക്കറി നോക്കുകയാണെന്നുണ്ടെങ്കിൽ വെണ്ടയ്ക്കയാണ്. ഈ വെണ്ടയ്ക്കയിലും സോല്യൂബിൾ ആയിട്ടുള്ള ഫൈബർ ഉണ്ട്, ഒരു കൊഴുപ്പൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ കൂടുതൽ ഗ്ലൂക്കോസ് ആഗിരണം ചെയ്യാതെ സഹായിക്കുന്ന ഒരു പച്ചക്കറിയാണ് വെണ്ടയ്ക്ക എന്ന് പറയുന്നത്. ഇനി കക്കരിക്ക, വെള്ളരിക്ക പോലുള്ള കുറച്ചും കൂടെ ജലാംശമുള്ള ഈ പച്ചക്കറികൾ കഴിക്കുന്നതും ഏറ്റവും കൂടുതൽ നല്ലതാണ്. അതിൽ വാട്ടർ കണ്ടൻ്റ് ആണ് കൂടുതലായിട്ട് ഉണ്ടാവുക, ഷുഗർ കണ്ടൻ്റ് ഒന്നും അധികമായിട്ട് ഉണ്ടാവില്ല. ഇനി ഷുഗർ ഉള്ളവർക്ക് ഏറ്റവും കൂടുതൽ കഴിക്കാൻ പറ്റുന്ന ഒരു പച്ചക്കറി എന്ന് പറയുന്നത് പാവയ്ക്കാണ്. പാവയ്ക്കയിലുള്ള വിസിൻ എന്ന് പറയുന്ന ഒരു ഘടകം എന്ന് പറയുന്നത് ഇതേപോലെ ഷുഗർ പെട്ടെന്ന് കൂടാതെ അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഈ പച്ചക്കറികൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് കഴിക്കാം. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ കിഴങ്ങ് വർഗ്ഗങ്ങൾ, അതേപോലെ മണ്ണിനടിയിൽ വളരുന്ന ഇപ്പോൾ ചേന, ചേമ്പ്, ഉരുളക്കിഴങ്ങ് അങ്ങനത്തെ ഉള്ള പച്ചക്കറികൾ ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഇപ്പോൾ നിങ്ങൾ ഷുഗർ ഉള്ളൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ ഓർമ്മയിൽ വെച്ചിരിക്കണം, ഈ കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്തിരിക്കണം. ഇനി ഷുഗർ കൺട്രോൾ ചെയ്യാതെ 400, 500 പോയിട്ട് ഇനി വേണ്ട ഒരു 200, 300 എത്തുമ്പോൾ തന്നെ മരുന്ന് കഴിക്കുന്നില്ല, ഇത് എല്ലാവർക്കും വരുന്ന അസുഖമല്ലേ എന്ന് പറഞ്ഞിട്ട് വിടുന്ന ആൾക്കാർ പോലും നമ്മുടെ കൂടെ ഉണ്ട്, അല്ലെങ്കിൽ മരുന്ന് കഴിക്കാൻ പേടിയുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മുടെ ക്ലിനിക്കിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് പാർശ്വഫലങ്ങളില്ലാത്ത എഫക്റ്റീവ് ആയിട്ടുള്ള മെഡിസിൻസ് ആണ് നമ്മൾ കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഷുഗർ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാൻ കഴിയും. ഇനി നിങ്ങൾ ഷുഗർ ഉള്ള പേഷ്യൻ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഭാവിയിൽ കൊളസ്ട്രോളോ അതേപോലെ ഫാറ്റി ലിവർ പോലുള്ള അസുഖങ്ങൾ വരാനുള്ള ചാൻസും കൂടെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇത് ഇപ്പോഴേ കൺട്രോൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ കാണാൻ കഴിയും. വേറെ അസുഖങ്ങളിലേക്ക് അത് മാറാതെ നമുക്ക് തടയാനും കഴിയും. അപ്പോൾ നിങ്ങൾ കൺസൾട്ടേഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾക്കും സംശയങ്ങൾക്കും താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. ഞാൻ ഡോക്ടർ അനഘ സുരേന്ദ്രൻ, ഡോക്ടർ ഹിബ സരോവിയ ഹോമിയോപ്പതി ക്ലിനിക്, പെരിന്തൽമണ്ണ. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം.